വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. ഇതുവരെ നമ്മൾ 2023 ഫേസ് 2 എല്ലാ സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫേസ് 1 2023 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ സയൻസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവരും 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉള്ളവർ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിപ്പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 8. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി സുകൃതം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? കുഷ്ഠം, കോളറ, മലമ്പനി, മന്ത്. ഇതൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. ഇതിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ? കുഷ്ഠം, കോളറയുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവെത്ര? നൈട്രജൻ അന്തരീക്ഷത്തിൽ 78% എന്നുള്ളത് ഓപ്ഷൻ സി ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗ്ഗമാണ്? ഏത് സസ്യത്തിൻ്റെ? ആൻസർ ഓപ്ഷൻ ഡി തെങ്ങ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ മാർച്ച് 21. ഇനി ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്കിൻ്റെ അയിര് ഏത്? അതും നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി കണ്ടിട്ടുണ്ട്. സിങ്കിൻ്റെ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ വല്ല മൂലകങ്ങളുടെയും ആയിരിക്കും. ഇവിടെ സിങ്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹീലിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി വേഗത സമം ദൂരം ഇൻറ്റു സമയം. അതാണ് ശരിയല്ലാത്ത സമവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി ISRO. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ P = 1/f. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.